UDF വിശ്വാസ സംരക്ഷണ സംഗമം പന്തളത്ത് പുരോഗമിക്കുന്നു. കാരക്കാട് നിന്ന് ആരംഭിച്ച കാൽനട യാത്രയിൽ നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് പങ്കെടുക്കുന്നത്. KPCC പുനഃസംഘടനയിലെ അതൃപ്തിയെ തുടർന്ന് ഇടഞ്ഞു നിന്ന K മുരളീധരനും യാത്രയിൽ പങ്കെടുക്കും. നേതാക്കൾ അനുനയിപ്പിച്ചതോടെയാണ് മുരളി പങ്കെടുക്കാൻ തീരുമാനിച്ചത്. വടക്കൻ മേഖലയുടെ യാത്രാ ക്യാപ്റ്റനായ മുരളീധരൻ ഗുരുവായൂരിൽ നിന്ന് പന്തളത്തേക്ക് കാറിൽ യാത്ര തിരിച്ചു. എന്നാൽ വിവാദങ്ങളോട് പ്രതികരിക്കാൻ മുരളീധരൻ തയ്യാറായിട്ടില്ല. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, യാത്ര അവസാനിക്കാൻ സമയമായി. എങ്ങനെയാണ് സംഗമം? എത്രത്തോളം ആളുകൾ UDF പ്രവർത്തകർ എത്തിയിട്ടുണ്ട്? വിവരങ്ങൾ. ധന്യ, കാരക്കാട് ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച UDFന്റെ പദയാത്ര ഇപ്പോൾ സമാപന വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ്, അതായത് പന്തളത്ത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ് സമാപന വേദി. ഇപ്പോൾ ഈ സമാപന വേദിയിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ മുൻഭാഗം മാത്രം ഇതുവരെയും ആ സമാപന സമ്മേളനം നടക്കുന്നിടത്തേക്ക് കടന്നിട്ടുണ്ട്. UDFന്റെ നേതൃത്വത്തിലാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പദയാത്ര നടത്തിയിരിക്കുന്നത്. ഏകദേശം 7 കിലോമീറ്ററോളം നടന്നാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, UDFന്റെ എല്ലാ നേതാക്കളും ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ 7 കിലോമീറ്റർ നടന്നിവിടെ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. ഈ സമ്മേളനത്തിൽ K മുരളീധരൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നു. അതായത് ചെറിയ രീതിയിൽ ഒരു അതൃപ്തി പ്രകടിപ്പിച്ച് നിന്നിരുന്ന K മുരളീധരനെ കൂടി അനുനയിപ്പിച്ച് ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാൻ എത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കാണുന്ന ഒരു വിജയമെന്ന് പറയുന്നത്. ഘടകകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെയും ഒപ്പം തന്നെ മറ്റെല്ലാ പാർട്ടികളുടെയും CMPയുടേതായിക്കോട്ടെ, കേരള കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, കേരള കോൺഗ്രസ് ജേക്കബിൻ്റെതായിക്കോട്ടെ, മറ്റെല്ലാ പാർട്ടികളുടെയും നേതാക്കൾ തന്നെ ഇതിൽ മുൻനിരയിലുണ്ടായിരുന്നു. മാത്രവുമല്ല, ഇതിൽ പ്രധാനമായിട്ടും പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധി, പന്തളം കൊട്ടാര ക്ഷേത്ര ഭരണസമിതിയുടെ പന്തളം കൊട്ടാരത്തിൻ്റെ ട്രഷററായിട്ടുള്ള ദീപ വർമ്മ ഉൾപ്പെടെയുള്ളവർ ഈ പദയാത്രയെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പന്തളം കൊട്ടാരത്തിന് മുന്നിൽ ആരതി ഒഴിഞ്ഞുകൊണ്ടായിരുന്നു ഈ പദയാത്രയ്ക്ക് ഒരു സ്വീകരണം നൽകിയത്. അപ്പോൾ പ്രതീക്ഷയിലപ്പുറം വിശ്വാസികൾക്കൊപ്പം UDF എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് UDF ഇത്തരത്തിൽ ഒരു പദയാത്ര സംഘടിപ്പിച്ചത്. അതിൽ ജനപങ്കാളിത്തം വലിയ രീതിയിലുണ്ടായിരുന്നു, പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു, നേതാക്കളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. മാത്രമല്ല, പാർട്ടിക്കാർ, അതായത് പാർട്ടി പ്രവർത്തകരിൽ നിന്നും മാറി വിശ്വാസികൾ കൂടെ ഇതിൽ അണിനിരന്നുള്ള ഒരു കാര്യമാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ധന്യ. ലിജോ, ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രവുമല്ല, ഇന്നിപ്പോൾ KPCC പുനഃസംഘടനയിലെ വിവാദങ്ങൾ, അത്തരത്തിൽ വിവാദങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള നിലപാട്, ഒപ്പം തന്നെ അഭിപ്രായങ്ങളെല്ലാം ഉയരാനുള്ളൊരു സാധ്യതയില്ലേ? പല നേതാക്കളോടും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന ഒരു വേദിയാണ്. ഒരു പക്ഷേ രാഷ്ട്രീയമായ മറുപടികൾ ഇവിടെ കുറവായിരിക്കും, പക്ഷേ അത് ഒരു ഭരണപക്ഷത്തിന് കടന്നാക്രമിക്കുന്നതിനുള്ളൊരു വേദിയായി മാറും. തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്തൊരു പ്രശ്നമായിരുന്നു ഇന്ന് ഉച്ചവരെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അതായത് 4 മേഖലാ ജാഥകൾ നടത്തുന്നു. അതിൽ ഒരു ജാഥയുടെ, കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയുടെ ക്യാപ്റ്റനായിരുന്ന K മുരളീധരൻ പങ്കെടുക്കുന്നില്ല, വിട്ടുനിൽക്കുന്നു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട താൻ നൽകിയ പേരുകളെല്ലാം വെട്ടിക്കളഞ്ഞതിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിന് പിന്നാലെ മാരത്തോൺ ചർച്ചകളായിരുന്നു KPCC നേതൃത്വം, ഒപ്പം തന്നെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് നടത്തിയത്. അതിലായിരുന്നു K മുരളീധരനെ അനുനയിപ്പിച്ച് ഇവിടേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയോ എന്നുള്ള കാര്യം വേദിയിൽ കയറി കഴിഞ്ഞാലായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അധികം വൈകാതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുക തന്നെ ചെയ്യും. 22-ാം തീയതി KC വേണുഗോപാൽ കൂടി ചർച്ച നടത്തുന്നത് കൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും, അർഹമായ പ്രാതിനിധ്യം നൽകും. ഇനിയിപ്പോൾ അതായത് നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്ന ഒരു കാര്യമാണ്, ഇത് തർക്കിച്ച് നിൽക്കേണ്ടുന്ന ഒരു സമയമല്ല. 2 തവണയായി LDF സർക്കാർ അധികാരത്തിൽ വരുന്നു. അടുത്ത മാസത്തോടു കൂടെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. അധികം വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇത്തരത്തിൽ ഭിന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷേ ഭരണത്തിലേക്ക് വരാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യചിഹ്നമായി നിൽക്കും. ആ സമയത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ നേതാക്കൾ ഒരുമിച്ച് വേദിയിലേക്ക് എത്തുന്നത്. ധന്യ. ശരി ലിജോ.